FB ID ചോദിച്ചു. FB അക്കൗണ്ട് ചോദിച്ചു. അങ്ങനെ ചാറ്റിംഗ് ആയി, ഫ്രണ്ട്സ് ആയി. അപ്പൊ അറിയാത്ത ഒരാൾക്ക് FB അക്കൗണ്ട് കൊടുക്കുമ്പോ അത് സേഫ് ആണോ എന്ന് നിങ്ങൾക്ക് തോന്നിയോ? FB അക്കൗണ്ട് അല്ലേ കൊടുത്ത, ഫോൺ നമ്പർ അല്ലല്ലോ. മദ്യപിച്ച് വരുന്ന വ്യക്തിയാണ് അത്. നിങ്ങൾ ആണെങ്കിൽ പോലും എന്നോട് പറയത്തില്ല തന്നെ എന്റെ കൂട്ടുകാരിയാണ്. പറഞ്ഞു, ഞാൻ പറഞ്ഞതാ. ഏതായാലും ഇപ്പൊ മദ്യപിക്കുന്നില്ല. ഇപ്പൊ മദ്യപാനം ഉണ്ടോ ശോഭരാജ? മദ്യപാനം ഇപ്പൊ ഇല്ല, വേണമെങ്കിൽ നമുക്ക് തുടങ്ങാം, അത്രേ ഉള്ളൂ. എന്തുകൊണ്ട്? ഈ തെറ്റുകളൊക്കെ ഏറ്റുപറയാനുള്ള മടി കൊണ്ടാണോ? അല്ല. ഇല്ലേ, കുമ്പസാരിക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നിയോ? ഞാൻ ആതുരാന കഴിഞ്ഞ പിന്നെ പള്ളി പോയി. ഞാൻ പറഞ്ഞ ഇജ്ജ് ചിന്തിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അയാൾ എന്തായിക്കോട്ടെ 3 നേരം നല്ല ശുഭശീലായിട്ട് തിന്നാൻ തന്നിരുന്നില്ലേ? ഇട്ടുകൊടുക്കണ വസ്ത്രം, ഒരു പെരുന്നാള്, വിഷു, ഓണം ഇവിടെ നിന്ന് പരിചി ഒഴിവാക്കിയിരുന്ന എന്റെ മക്കൾക്കാർക്ക് ഞാൻ തുണിപ്പാടി തന്നില്ലേ? ഒക്കെ ഞാനും അധ്വാനിച്ചിട്ട് തന്നെ. എന്ത് 4 ചക്കര അടിച്ചിട്ടാ? പ്രശ്നങ്ങളില്ല. മദ്യപിക്കല്ലേ എന്ന് പറഞ്ഞില്ല, വല്ലപ്പോഴും ഇച്ചിരിച്ച് അടിച്ചോളാൻ പറഞ്ഞു. നിന്റെ വായിന്ന് തന്നെ വേണ്ടുണ്ട്. പറഞ്ഞു. കാരണം നിർത്താൻ പറ്റത്തില്ല. അപ്പോഴും ഞാൻ പറഞ്ഞു ഇച്ചിരി. ഞാൻ വിചാരിച്ചു 90 അടിച്ചാലും 120 അടിച്ചാലും എല്ലാം ഒന്നല്ലയോ എന്ന് വിചാരിച്ചാൽ കഴിക്കുന്നു. ആ കൂട്ടുകാരുടെ കൂട്ടത്തില് അതിനകത്ത് ഇൻസെന്റീവ് മറ്റേതാണ്. അതിന്റെ ഇൻസെന്റീവ് മറ്റേതായിരിക്കും. കാരണം ഈ കൂട്ടുകാര് എല്ലാരും കൂടെ ഇത്തിരി കഴിച്ചൊക്കെ കാണും. അല്ല, അന്ന് ഇല്ല. ഞാൻ പറയേണ്ട സമയത്ത് കള്ളം പറയാം, അല്ലാത്തപ്പോ ഞാൻ കള്ളം പറയാം. അമ്മ ചോദിച്ചു ജോലി എന്താന്ന്. അപ്പൊ ആ ടൈമിൽ പറയാൻ ജോലിയൊന്നും ഉണ്ടായില്ല. അപ്പൊ ഞാൻ ഇത്ര പറഞ്ഞോളൂ, ഇപ്പന് പുറത്ത് ജോലി ഉണ്ടെന്ന്. അപ്പൊ അമ്മ എന്താന്ന് വെച്ചപ്പോ ഒരുമാതിരി ഞാൻ പറഞ്ഞു അവിടുത്തെ കമ്പനിയിലെ MD ആന്ന്. ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഒരിക്കൽ ഇതുപോലെ കൊണ്ടുവന്നില്ലേ തിരിച്ച്? അതായത് ഒരു പ്രാവശ്യം കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്ന് പറഞ്ഞാൽ തിരിച്ചു വരുന്ന ടൈമായിരുന്നു. അപ്പൊ വെളുപ്പിനായിരുന്നു ട്രെയിൻ. അപ്പോ ചുമ്മാ റൈഡിന് പോയതാ. റൈഡിന് പോയതാണ്. റൈഡിനോ? എവിടെ? റോട്ടിക്കൂടെ. അത് നിങ്ങൾ ജിമ്മിലൊക്കെ പോകാറുണ്ടോ? ഇല്ല. ഇത് ദേഹത്തിന് ഹാനികരമാണെന്നുള്ളത് അറിയാമല്ലോ. 25 വയസ്സേ ആയിട്ടുള്ളൂ. ഇപ്പൊ തന്നെ എത്ര നേരത്തെ തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര വയസ്സിൽ തുടങ്ങി? ഞാൻ ഹോട്ടൽ ഫീൽഡ് കയറി കഴിഞ്ഞ് തുടങ്ങിയതാ. എന്റെ ഈശ്വര, എത്ര വർഷം? കുറേ അല്ലേ അവിടെ? 10-15 വർഷമായി അവിടെ. ഇപ്പൊ എത്ര വയസ്സായി? എനിക്കിപ്പോ വയസ്സ് 25. 25. അപ്പൊ 10 വയസ്സിൽ തുടങ്ങി ജോലി? ഒരു കുട്ടീനെ മദ്രസ ചേർക്കണം, സ്കൂൾ ചേർക്കണം, ഐറ്റിങ്ങൾ വലുതാവണം, ഞങ്ങൾ കൂട്ടുകുടുംബം വരണം, ഒരു കല്യാണം ആയി കഴിഞ്ഞാൽ എല്ലാവരും വരണം. ഇതൊക്കെ ആഗ്രഹിക്കാത്ത മനുഷ്യന്മാരൊന്നും ലോകത്താരാളെ. ഇതൊന്നും ഇവരാഗ്രഹിക്കണില്ല. ഇവർക്ക് നമ്മുടെ തട്ടാത്തി മാത്രം മതി. ഇങ്ങനെ കൂടി ഒറ്റയ്ക്ക് തിന്നെ മദ്യത്തിന്റെ പുറത്ത് അയാൾ അത് പിറ്റേ ദിവസം അറിയുന്നില്ല. പക്ഷെ നിങ്ങൾ ഇത് കേട്ടിട്ട് അതിന്റെ ബാക്കിയായിട്ട് നിങ്ങൾ പിറ്റേ ദിവസം ഇത് ഓർത്തു വയ്ക്കുന്നു, അടുത്ത ദിവസം ഇതുപോലെ പെരുമാറുന്നു. അങ്ങനെയാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത്. ഒരു വഴിയേ ഉള്ളൂ, ഇവരും കൂടെ മദ്യപിക്കുക. പരാതിയല്ല ഞങ്ങൾ എന്നെ വേണ്ടെന്നാണ് എപ്പോഴും പറയുന്നത്. വേണ്ടെങ്കിൽ വേണ്ട. എപ്പോഴാ മാഡം ഇവിടെ വെച്ച് ഈ പുള്ളിക്ക് എപ്പോഴും കല്യാണം കഴിക്കണം എന്നുള്ളൊരു ചിന്തയാണ്. എന്നോട് എപ്പോഴും കല്യാണം കഴിച്ചു നോക്കാൻ വയ്യാത്ത പിന്നെ കല്യാണം കഴിക്കാം. ഈ 4 ചക്ക എങ്ങനെ ഞാൻ ജീവിക്കുന്നത് ഇപ്പോഴും ജീവിച്ച് കാണിക്കണം. അതാണ് വാശി. അല്ലാണ്ട് അവിടെ ഇവിടെയും പോയിട്ട് ഇന്റെ കുറ്റം പറഞ്ഞിട്ട് ഇതേമത്തെ സംഗതിക്ക് വിളിച്ചു വരുത്തല്ലേ വേണ്ടി. ജീവിച്ച് കാണിക്കണം, അതാണ് വാശി. അപ്പൊ അവന്റെ ചക്കര മക്കളല്ലേ, സബ്സ്ക്രൈബ് അടിച്ചിട്ട് പോയാ മതി.